വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു പുതിയ സ്റ്റഡി വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ഒരു ചാപ്റ്റർ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതെന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടഫായിട്ടിരിക്കുന്ന ചാപ്റ്ററൊക്കെ നമുക്ക് മോഡൽ എക്സാമിന് മുന്നേ ഒരു 80-85% വരെ എത്തിക്കണം. ബാക്കി നമ്മൾ കൂടുതൽ ടൈംസ് റിവൈസ് ചെയ്യുമ്പോൾ അത് റെഡി ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു 80-85% എത്തിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ മെയിൻലി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ക്ലിപ്പിങ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അതായത് ഈ പെർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ മാത്രം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചാപ്റ്റർ നമ്മുടെ കെമിസ്ട്രിയിലെ റിയാക്ഷൻ മെക്കാനിസം ആണ്. എനിക്ക് പൊതുവെ ഇഷ്ടമില്ലാത്ത ചാപ്റ്ററാണ്. എനിക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇഷ്ടമാണ്, പക്ഷേ ഇത് മാത്രം എനിക്കിഷ്ടമല്ല. എനിക്കെന്തോ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ബ്രില്യൻറ്റിലെ ക്വസ്റ്റ്യൻസിലൊക്കെ കുറച്ച് ഔട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമതേ എനിക്കിത് പാടാണ്, അതിൻ്റെ കൂടെ ഔട്ടും കൂടി ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ വട്ടുപിടിക്കും. അതുകൊണ്ട് എനിക്ക് ഈ ചാപ്റ്റർ അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിലെ മെയിൻ അജണ്ട. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഇന്നത്തെ എൻ്റെ ടു ഡു ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതിൽ റിയാക്ഷൻ മെക്കാനിസത്തിന് മാത്രം വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ അതിലാണ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം റിയാക്ഷൻ മെക്കാനിസം ഞാൻ ആദ്യമേ ലെക്ചർ നോട്ടാണ് വായിക്കുന്നത്. ഞാൻ ഇതിന് ആക്ച്വലി നോട്ട് എഴുതിയെടുത്തിട്ടില്ല, കാരണം ലെക്ചർ നോട്ടിൻ്റെ അതേ നോട്ട് തന്നെയാണ് ക്ലാസ്സിലും പഠിപ്പിക്കുന്നത്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. ലെക്ചർ നോട്ട് വെച്ചാണ് ഞാൻ ക്ലാസ് കണ്ടത്, അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് മാറിയിട്ടില്ല. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് എഴുതിയെടുത്തായിരുന്നു. ഇത്രയും നോട്ട് ഒന്നുകൂടി എഴുതിയെടുക്കാനൊന്നും ഞാൻ നിന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് ഓർഗാനിക്കിൻ്റെ നോട്ട് എഴുതാൻ മടിയാണ്. കുറേ വട്ടം CH2 ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. ഓർഗാനിക്കിന് ഞാൻ എല്ലാത്തിനും NCERT ആണ് വായിക്കുന്നത്. ഇത് പക്ഷേ NCERTനേക്കാളും കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ ലെക്ചർ നോട്ടാണ് വായിക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ ലെക്ചർ നോട്ട് വായിക്കുകയാണ്. ഞാൻ ഇതിന് മുന്നേ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ സമയത്ത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് പഠിച്ചു, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നല്ലാണ്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ ഒത്തില്ല. അപ്പോൾ ഞാൻ അതാണ് ആദ്യമേ ചെയ്യുന്നത്, ലെക്ചർ നോട്ട് വായിക്കുക. ലെക്ചർ നോട്ട് ഞാൻ നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ വായിക്കുന്നുണ്ട്. അപ്പോഴേ നിങ്ങളുടെ എല്ലാം പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു? എല്ലാവരും മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണോ? മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 100% എല്ലാം പഠിച്ചു എന്നൊന്നുമല്ല. ബേസിക്കായിട്ട് ആ ഓരോ ചാപ്റ്ററിൻ്റെയും ഫസ്റ്റ് ലെവൽ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ലാസ്റ്റ് റിവിഷൻ ടൈമിൽ തന്നെയാണ് ഓരോ ചാപ്റ്റർ ഇങ്ങനെ സെറ്റായി വരുന്നത്. പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ ഇത്രയും മാസങ്ങൾ ചെയ്തത് ക്ലാസ് കാണുക, നോട്ട് എഴുതുക, പഠിക്കുക എന്നൊക്കെ ജസ്റ്റ് ഫൗണ്ടേഷനാണ്. ഇനി ഇത് എൻ്റയർ ബിൽഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇനിയുള്ള 3-4 മാസം കൊണ്ടാണ്, എക്സാം എഴുതി. അതുകൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ എല്ലാം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിങ്ങനെ അത് നല്ല സ്ട്രോങ് ആക്കി എടുക്കാനുള്ള സമയമാണിത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സമയത്താണ് കൂടുതൽ മാർക്ക് ഫ്ലക്ച്വേഷൻസും കാണാൻ പറ്റുന്നത്. എനിക്കും തന്നെ മാർക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിലൊന്നും ശ്രദ്ധിക്കേണ്ട ഒരാവശ്യവും ഇല്ല. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, വീണ്ടും പഠിക്കുക, വീണ്ടും റിവൈസ് ചെയ്ത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. മാർക്കൊന്നും ഒരു പരിധിവരെ നോക്കേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും നല്ല മാർക്കുണ്ടെങ്കിലും നിങ്ങളത് മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. നല്ല മാർക്കുണ്ടെങ്കിൽ എനിക്ക് നീറ്റ് കിട്ടിയെന്നോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ആളാണ്. അതേസമയം മാർക്ക് കുറവാണെങ്കിൽ എനിക്ക് കിട്ടത്തില്ല അങ്ങനെയും വിചാരിക്കരുത്. എല്ലാം ആ ഒരു ഡേയിലെ 3 മണിക്കൂറിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുവരെ നമ്മൾ വർക്ക് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ള കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വർക്ക് ഹാർഡ്, നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുക, അതേ ഉള്ളൂ.
ഒരു വിധത്തിൽ ലെക്ചർ നോട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. എനിക്ക് ലെക്ചർ നോട്ട് വായിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഒരു 3-4 വട്ടമെങ്കിലും 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും, വീണ്ടും വായിക്കും, വീണ്ടും 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും, അങ്ങനെ വായിക്കും. അങ്ങനെ ലെക്ചർ നോട്ട് കംപ്ലീറ്റ് ചെയ്തു. ലെക്ചർ നോട്ട് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ്. അതിനുശേഷം ഞാൻ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനെടുത്തു. വർക്ക് ബുക്കിൽ ഒരു നിയർലി 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, എനിക്കിഷ്ടമായി. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഒരുപാട് ഔട്ട് പ്രതീക്ഷിച്ചു, പക്ഷെ അധികം ഔട്ടൊന്നുമില്ല. പിന്നെ ഈ റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്കിതിനകത്തുനിന്ന് അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല. മാത്രമല്ല വേറെ മെറ്റീരിയലൊന്നുമില്ല, ബ്രില്യൻറ്റിലെ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു, എനിക്കിഷ്ടമായി. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്റർ പഠിക്കാൻ പാടാണെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പം. നമുക്ക് ഫിസിക്സിൻ്റെ അത്ര ടൈം കൺസ്യൂമിങ് ഒന്നും അല്ലല്ലോ. തിയറി ചാപ്റ്ററിൻ്റെ അത്ര ഈസി അല്ല, എന്നാൽ മറ്റേ ന്യൂമറിക്കൽസിൻ്റെ അത്ര പാടുമല്ല. അങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി. ഞാനൊരു അരമണിക്കൂറൊക്കെ കൊണ്ടാണ് 100 ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്തതെന്ന് തോന്നുന്നു. അത്രയും സമയം കൊണ്ടാണ് ചെയ്ത് തീർത്തത്. പിന്നെ നെഗറ്റീവ്സ് ആണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച അത്ര വന്നില്ല. ഞാൻ റിയാക്ഷൻ മെക്കാനിസം പൊതുവെ എനിക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ്സ് വരുന്നൊരു ചാപ്റ്ററാണ്. വീക്കിലി എക്സാമിനൊക്കെ ഇഷ്ടം പോലെ നെഗറ്റീവ്സ് വരുന്നൊരു ചാപ്റ്ററായിരുന്നു. പക്ഷേ വർക്ക് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ അധികം നെഗറ്റീവ്സ് ഒന്നും കണ്ടില്ല. ഞാൻ എല്ലാ പ്രോബ്ലവും എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് സൊല്യൂഷൻ നോക്കി ടിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച അത്ര മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ല എന്നപ്പോൾ തന്നെ കുറച്ച് ഹാപ്പിയായി. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ വർക്ക് ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക് ബുക്കിൽ 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അധികം പ്രശ്നമൊന്നും ഇല്ലാണ്ട് അധികം സമയം എടുക്കാണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതൊക്കെ കറക്റ്റ് ചെയ്തു, തെറ്റിപ്പോയതൊക്കെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എടുത്തത് ലേണിംഗ് ആപ്പിൽ നമ്മുടെ ലെവൽ 1 ലെവൽ 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ലെവൽ 1 ഏകദേശം 150 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ചെയ്തു. ഞാനിവിടെ കാണിക്കുന്നുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ലെവൽ 2 ആണ് ചെയ്തത്. ലെവൽ 2 ഏകദേശം ഒരു 150 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ആകുമ്പോൾ ഏകദേശം 400 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റിയാക്ഷൻ മെക്കാനിസം സെറ്റാണ്.